LDF സ്ഥാനാർത്ഥി നിർണയം പാളി എന്നായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. UDF അധികാരത്തിൽ വരരുത് എന്നാണ് ആഗ്രഹം. UDF ഭരണത്തിൽ വന്നാൽ മുസ്ലിം ലീഗ് ഭരിക്കുമെന്നും പെട്ടി പൊട്ടിച്ചാൽ ലീഗ് മുഖ്യമന്ത്രി സ്ഥാനം ആവശ്യപ്പെടുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് മേൽക്കൈ പ്രവചിച്ചതിന് പിന്നാലെയാണ് വെള്ളാപ്പള്ളി നടേശന്റെ വിമർശനം. കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ മുസ്ലിം ലീഗിന് എന്ത് അധികാരമെന്ന് വെള്ളാപ്പള്ളി തുറന്നടിച്ചു. UDF ഭരണം വന്നാൽ ഭരിക്കുക മുസ്ലിം ലീഗായിരിക്കുമെന്നും മതാധിപത്യം വളരുമെന്നും വെള്ളാപ്പള്ളി കുറ്റപ്പെടുത്തി. ലീഗ് അങ്ങനെ ഒരു അഭിപ്രായം പറയാൻ പാടില്ലായിരുന്നു. കോൺഗ്രസിൽ ആരാണ് ആകേണ്ടതെന്ന് ഘടകകക്ഷിപ്പെട്ട ലീഗിനെ കൂട്ടുള്ള ആളുകൾക്ക് പറയാമോ? കോൺഗ്രസിൽ ആരാകണമെന്ന് കോൺഗ്രസ്സുകാരാ പറയേണ്ടത്. ഇവിടെ ഒരു UDF ഭരണം വന്നാൽ ലീഗ് ഭരിക്കുന്നതിൻ്റെ അർത്ഥം ലീഗിന്റെ ഭരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ രാജ്യത്ത് അരാജകത്വം വല്ലതും ഉണ്ടാകുമോ? ലോക ചരിത്രത്തിൽ ജനാധിപത്യം എന്നുള്ള സാധനം ഉണ്ടെങ്കിൽ ഇങ്ങനെ ആരെങ്കിലും ചെയ്യുമോ? അവർക്ക് ജനാധിപത്യമല്ല, മതാധിപത്യമാണ്. UDF അധികാരത്തിൽ വരരുതെന്നാണ് തന്റെ ആഗ്രഹം. ചെറിയ ഭൂരിപക്ഷത്തിലെങ്കിലും ഇടതുപക്ഷം ജയിക്കുമെന്നും പിണറായി വിജയൻ മുഖ്യമന്ത്രിയാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പ്രതീക്ഷ പങ്കുവച്ചു. LDF തോറ്റാൽ ജനാധിപത്യം തോൽക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ. UDF അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. പിണറായി അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് ഞാൻ. തോറ്റാലും ജയിച്ചാലും റിസൾട്ട് വരുന്നവരെ പിണറായി വരണമെന്ന് ആഗ്രഹിക്കുന്നതിനാണ് ഞാൻ. പിണറായിയെ കൊണ്ട് എന്താ അദ്ദേഹം ഒരു ശുദ്ധനാണ്. അപ്പം പിന്നെ വല്ലതും കാണാതെ പറയുന്നത്. ആലപ്പുഴ ജില്ലയിലടക്കം സ്ഥാനാർത്ഥി നിർണയത്തിൽ CPIMന് വൻ വീഴ്ച സംഭവിച്ചെന്നും ന്യൂനപക്ഷ വോട്ടുകൾ UDFിലേക്ക് കേന്ദ്രീകരിച്ചെന്നും വെള്ളാപ്പള്ളി നടേശൻ വിലയിരുത്തി. 24 ആലപ്പുഴ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.